പാകിസ്ഥാനുമേൽ കനത്ത പ്രഹരമേൽപ്പിച്ച ഇന്ത്യയുടെ ഹാരൂപ്പ് ഡ്രോണുകൾ. കറാച്ചിയിലും ലാഹോറിലുമടക്കം പാകിസ്ഥാനിലെ 9 നഗരങ്ങളിൽ ഇന്ത്യ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. ആക്രമണത്തിൽ 4 സൈനിക ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണ ഭീഷണിയിലാണ് പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങൾ. ഇസ്രായേൽ നിർമ്മിത ഹാരൂപ്പ് ഡ്രോൺ ആണ് ഇന്ത്യ ഇതിനായി ഉപയോഗിച്ചത്. ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ MBD മിസൈൽസ് ഡിവിഷൻ വികസിപ്പിച്ചെടുത്ത ഒരു ലോയിറ്ററിംഗ് യുദ്ധോപകരണമാണ് IAI ഹാരൂപ്പ്. യുദ്ധക്കളങ്ങൾക്ക് മുകളിൽ ചുറ്റിത്തിരിഞ്ഞ് ലക്ഷ്യങ്ങൾ തുറന്നുകാട്ടപ്പെടുന്നവരെ കാത്തിരിക്കാനും ഓപ്പറേറ്ററുടെ കമാൻഡിനനുസരിച്ച് ആക്രമിക്കാനുമാണ് ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്. മിസൈലിന്റെയും ആളില്ലാ വ്യോമവാഹനത്തിന്റെയും ഗുണങ്ങൾ ഹാരൂപ്പ് ലോയിറ്ററിംഗ് യുദ്ധോപകരണത്തിൽ സംയോജിപ്പിച്ചിരിക്കുന്നു. ഒരു കാനിസ്റ്ററിൽ നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന ഹാരൂപ്പ് ദൌത്യത്തിനായി നിർണായകമായ ഇന്റലിജൻസ്, സർവെയിലൻസ്, റീകണക്ഷൻസ് നടത്തി മണിക്കൂറുകളോളം യുദ്ധസജ്ജമായി പ്രവർത്തിക്കും. ലക്ഷ്യം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഹാരൂപ്പ് ആക്രമണഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ലക്ഷ്യത്തിലെത്തി സ്വയം പൊട്ടിത്തെറിക്കാനും ഇവ ഉപയോഗിക്കുന്നു. ഒരു റിമോട്ട് മിഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്ന ഒരു മാൻ ഇൻ ദി ലൂപ്പ് നിയന്ത്രണ മോഡാണ് ഹാരൂപ്പ് ഉപയോഗിക്കുന്നത്. വിമാനത്തിന്റെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസർ കണ്ടെത്തിയ സ്റ്റാറ്റിക് അല്ലെങ്കിൽ ചലിക്കുന്ന ലക്ഷ്യങ്ങൾ ഹാരൂപ്പ് ഓപ്പറേറ്റർമാർക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയും. ഹാരൂപ്പിന് 6 മണിക്കൂറിലധികം പറക്കൽ ശേഷിയും 200 കിലോമീറ്റർ ദൂരപരിധിയുമുണ്ട്. കൂടുതൽ തന്ത്രപരമായ ദൌത്യങ്ങൾക്കും ശ്രേണിക്കുമായി IAI ഹാരൂപ്പിന്റെ ഒരു ചെറിയ പതിപ്പ് വികസിപ്പിച്ചെടുത്തിരുന്നു. ഉൽപ്പന്നത്തിന് മിനി ഹാരൂപ്പ് എന്നാണ് പേരിട്ടത്. ജോയിന്റ് ലൈറ്റ് ടാക്ടിക്കൽ വെഹിക്കിൾ പോലെയുള്ള തന്ത്രപരമായ സൈനിക വാഹനങ്ങളിൽ കാനിസ്റ്ററുകളിൽ നിന്ന് വിക്ഷേപിക്കുന്നതിനാണ് ഈ ഹാരൂപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടാതെ 1 മണിക്കൂർ ദൌത്യ ദൈർഘ്യവുമുണ്ട്. മറഞ്ഞിരിക്കുന്നതും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതുമായ സമയനിർണായക ലക്ഷ്യങ്ങൾക്കെതിരെയാണ് മിനി ഹാരൂപ്പ് സാധാരണയായി ഉപയോഗിക്കുന്നത്. 1980കളുടെ തുടക്കത്തിൽ മുതൽ ലോകമെമ്പാടുമുള്ള സൈനിക തന്ത്രങ്ങളെ പൂർണ്ണമായും മാറ്റിപ്പറിച്ച IAI ഹാരൂപ്പ് യുദ്ധോപകരണത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ തുടർന്ന് ഒരു ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസർ ഉപയോഗിച്ചാണ് വികസിപ്പിച്ചെടുത്തത്. ലോകമെമ്പാടും ഹാരൂപ്പ് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. കൂടാതെ നിരവധി പ്രവർത്തന വിജയങ്ങളും ഹാരൂപ്പിന് അവകാശപ്പെടാനുണ്ട്. 2007 ഓഗസ്റ്റിൽ 8 മുതൽ 10 വരെ ഹാരൂപ്പ് സിസ്റ്റങ്ങൾ വാങ്ങാൻ ഇന്ത്യൻ സർക്കാർ ചർച്ചകൾ നടത്തിയിരുന്നു. 2009 സെപ്റ്റംബറിൽ $100 മില്യൺ വാങ്ങിയ ഹാരൂപ്പ് സിസ്റ്റങ്ങൾ സേനയുടെ ഭാഗമായി ഉൾപ്പെടുത്തുമെന്ന് ഇന്ത്യൻ വ്യോമസേന പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.